ഡൽഹിയിൽ വായു ഗുണനിലവാര തോത് വളരെ മോശം അവസ്ഥയിൽ തുടരുന്നു. ആകെയുള്ള 38 നിരീക്ഷണ സ്റ്റേഷനുകളിൽ 36 റെഡ് സോണിൽ ആണ്. ദീപാവലി ആഘോഷങ്ങൾ സ്ഥിതി മോശമാക്കി എന്നാണ് വിലയിരുത്തൽ. അർജുൻ പീതാംബരൻ വിശദവിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഡൽഹി ഏറെക്കാലമായി നമുക്കറിയാം വായു ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകളോടെ അങ്ങനെ തന്നെ തുടരുന്ന ഒരു സ്ഥലമാണ്. ഈ ദീപാവലി ആഘോഷം കുറച്ച് കൂടുതൽ പ്രശ്നത്തിലേക്ക് അന്തരീക്ഷത്തെ കൊണ്ടുവന്ന് എത്തിച്ചു അല്ലേ? മൂത്തി അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഇപ്പോഴും ഡൽഹി ദീപാവലി ആഘോഷങ്ങളുടെ പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വായു മലിനീകരണം വലിയ രീതിയിൽ ഭയങ്കരമായിട്ട് തന്നെയുണ്ട്. ഇന്നിപ്പോൾ 347 ശരാശരി വായു മലിനീകരണ തോത്. അത് താരതമ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ 2022 നമ്മുടെ കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായപ്പോൾ അവിടെയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ 300 മുകളിലേക്ക് ഈ വായു മലിനീകരണ തോത് പോയിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ 350 കടന്നിരിക്കുന്നു. അത് 4 ഇടങ്ങളിൽ, അതായത് വാസിർപൂർ, അതുപോലെ ആനന്ദ് വിഹാർ, അശോക് വിഹാർ, ദ്വാരക, ഇവിടെയൊക്കെ 400-ന് മുകളിലാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഇന്നും ഈ ദീപാവലി ആഘോഷങ്ങളൊക്കെ തുടരുന്നുണ്ട്. പടക്കങ്ങൾ പൊട്ടിക്കുന്നത് ഇപ്പോഴും കേൾക്കാം. ഇന്ന് രാത്രിയും ഒരുപാട് ആളുകൾ പടക്കം പൊട്ടിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് എന്തായാലും ഇപ്പോൾ കാണുന്നത്. 36 ഇടങ്ങൾ ഇപ്പോൾ റെഡ് സോണിൽ തന്നെ തുടരുകയാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്ന കാര്യം ഡൽഹിയിൽ ഇപ്പോൾ ഡൽഹി നിവാസികൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ശുദ്ധമായിട്ടുള്ള വായുവല്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഇത് ജനജീവിതത്തെ ഒന്നും കാര്യമായിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ പോലും ആരോഗ്യതലത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നതാണെന്നുള്ള കാര്യം തന്നെയാണ് പറയേണ്ടി വരിക. ഇപ്പോൾ ഈ വർഷം ഉണ്ടായിരിക്കുന്ന ഈ വായു മലിനീകരണത്തിൻ്റെ കാരണം ദീപാവലി ആഘോഷങ്ങളാണ്. ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചത് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് ഈ ഹരിയാനയിലെയും പഞ്ചാബിലെയും പാടങ്ങൾ കത്തിക്കുന്നതിനെയൊക്കെ കുറ്റം പറയാൻ സാധിക്കുമായിരുന്നു. ഇത്തവണ പഞ്ചാബിലൊക്കെ വലിയ തോതിൽ പ്രളയം ഉണ്ടായിട്ട് അവിടെ വായു ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഡൽഹി ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ തുടരുന്നു.